അപ്പോൾ വീട്ടിലെത്തി. ഇത് ബീഡ് ബില്ലിംഗ് എന്നാണ്, ബെർ ബില്ലിംഗ് എന്നല്ല. ഫ്ലൈയിങ് ഇസ് നോട്ട് ഈസി. ഞാൻ വിചാരിച്ച് പറക്കുന്നത് ഭയങ്കര പാടായിരിക്കും, പേടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം എൻ്റെ ഫിയർ ഓഫ് ഹൈറ്റ്സിനെ പറ്റി. പാരാഗ്ലൈഡിങ് ചെയ്തതോടുകൂടി ഹൈറ്റിനോടുള്ള എല്ലാ പേടിയും മാറിക്കിട്ടേ. ഹിമാചൽ ട്രിപ്പിൻ്റെ ഡേ 1. അപ്പോൾ ട്രെയിന് 2:45 ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ലേറ്റായിട്ടാണ് എൻ്റെ ട്രെയിൻ ഓടുന്നത്. ഇപ്പോൾ ടൈം ഏതാണ്ടൊരു 1:30 ആവും. പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിൻ യാത്ര ഭയങ്കര ബോറിങ്ങാണ്. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ ചെക്ക് ചെയ്തു. കാരണം ട്രെയിൻ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. അത് സ്റ്റാർട്ടിങ്ങിൽ കയറിയ ടൈമിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ആരും ഒരു സുഖമായിട്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ഗോവ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് മഹാരാഷ്ട്ര കയറിയപ്പോൾ തൊട്ട് നല്ല ഫോഗും കുറേ അടിപൊളി വ്യൂ, ഫോറസ്റ്റ് വ്യൂ, പിന്നെ കുറേ മലകളും. അങ്ങനെ ഫുള്ള് ഇവിടെ പുറത്ത് ഓർമ്മയെടുത്തായിരുന്നു വരുന്നത്. അങ്ങനെ മിനിയാന്ന് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ സെക്കൻഡ് ഡേയിൽ വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗുജറാത്ത് കയറിയപ്പോൾ തൊട്ട് നല്ല ചൂട്, നല്ല വിലയായിരുന്നു. അതുകൊണ്ട് പുറത്ത് പോയിട്ടേ ഇല്ല. പക്ഷേ സെക്കൻഡ് ഡേയിൽ ഇന്നലെ കുറേ ആൾക്കാർ, കുറേ പേരെ ഹിന്ദിക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല സംസാരമായിട്ട് നല്ല കമ്പനി. അങ്ങനെ ഫുള്ള് അവരായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിലെത്തി. ഇത് ബീഡ് ബില്ലിംഗ് എന്നാണ്, ബെർ ബില്ലിംഗ് എന്നല്ല. ഇംഗ്ലീഷിൽ ഇത് വായിക്കുമ്പോൾ ബെർ ബില്ലിംഗ് എന്നാണ് വായിക്കുന്നത്. എത്തി. കുറേ ആൾക്കാരുണ്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഡൽഹി ഇറങ്ങി 40 മണിക്കൂർ ട്രെയിൻ യാത്രയും കഴിഞ്ഞു, 12 മണിക്കൂർ ബസ് യാത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബസ് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നൊരു കാര്യം പറയാൻ പറ്റുമോ, ഇന്നലെ ട്രെയിൻ ഇറങ്ങിയിട്ട് ട്രെയിൻ ലേറ്റ് ആയല്ലോ. അപ്പോൾ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെ പോയിട്ട് അവിടെ ഗേറ്റ് എങ്ങനെയാണ് തപ്പാന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മലയാളീനെ പരിചയപ്പെട്ടു. ആളിങ്ങോട്ടെന്ന് ചോദിച്ചേ, മലയാളിയല്ലേ, ഹിമാചലിലേക്ക് പോയല്ലേ എന്ന്. ഞാനവിടെ ട്രെയിനിൽ ഹിന്ദിക്കാരോട് വർത്താനം പറയുന്ന ആൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആള് എന്നോട് വന്നിട്ട്, ആള് കസോളിൽ പോയിരുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എന്നോട് വന്നിട്ട് എന്നെ എവിടെ നിന്നാണ് ബസ് കയറണമെന്നും കാണിച്ചു തന്നിട്ട് ബസ് കയറ്റി വിട്ടിട്ടാണ് പോയി. പിന്നെ ബസ് കയറിയപ്പോൾ വേറൊരു ചങ്ങാനെ കൂടി പരിചയപ്പെട്ടു. ഈ സ്ഥലത്തുള്ള ഇവിടെ ബെറിലുള്ള ഒരാളെ. ആള് ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്യാനുള്ള, എന്തൊക്കെയാണ് കാണാനുള്ള എന്നൊക്കെ പറഞ്ഞു തന്നു. സ്ഥലം എത്തി. അങ്ങനെ ആ ചങ്ങ മറ്റേ ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട ചങ്ങ എനിക്ക് രാത്രി ഫുഡൊക്കെ മേടിച്ചു തന്നു. നല്ല കമ്പനി. ആള് വീക്കെൻഡ് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആൾ വിളിക്കാമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ ആളെ ഇനി കാണുമെന്ന്. സ്ഥലം എത്തി. ഇതാണെന്ന് തോന്നുന്നുണ്ട് സ്റ്റേഷൻ. അപ്പുറത്താണ് പാരാഗ്ലൈഡിങ്ങിൻ്റെ പോയിന്റ്. അവിടെ എവിടെയോ ആണ് ടേക്ക് ഓഫ് പോയിന്റ്. ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനല്ല.
ഇതാണ് മറ്റേ ഫെസിലിറ്റി, ക്ലാസ് സ്റ്റേ ഒക്കെ അവിടെയാണ്. പിന്നെ ലോഞ്ചിങ് സ്പോട്ട്, ടേക്ക് ഓഫ് സ്പോട്ട്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, സെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ മാത്രമേ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തായാലും 10 മണിക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ റൂം അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. റൂം റെഡി ആയിട്ട് ഒന്ന് കുളിക്കണം. 3 ദിവസമായി ഒന്ന് കുളിച്ചിട്ട് ഫ്രഷായിട്ട് ആ ഇൻട്രൊഡക്ഷൻ സെഷൻ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് തപ്പണം. ഞാൻ വിചാരിച്ച് പറക്കുന്നത് ഭയങ്കര പാടായിരിക്കും, പേടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് അഡ്വഞ്ചർ സ്പോർട്സ് ഇത് മാത്രമാണ് അഡ്വഞ്ചർ സ്പോർട്സ് ആയിട്ട് ചെയ്തത്. എന്നാലും ഇറ്റ്സ് ദ ബെസ്റ്റ്. Pro Max should do something about it. It's a big one. Flying is not easy. Third day ആണ്. സെക്കൻഡ് ഡേ വെതർ മോശമായതുകൊണ്ട് സെക്കൻഡ് ഡേ സെഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും ഗ്രൗണ്ട് ട്രെയിനിങ് ആണ്. ഓടി വയ്യാണ്ടായി. മിക്കവാറും കുഴപ്പമില്ലെങ്കിൽ നാളെ കൂടി കഴിഞ്ഞിട്ട് സോളോ ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. കണ്ടോ ഇവിടെ എല്ലാവരും ട്രെയിനിങ് വയ്യാണ്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഞാനിവിടെ ഒരു കൂൾ ബാർ കണ്ടപ്പോൾ ഇവിടെ വന്നിരുന്ന ലൈവ് മേടിക്കാൻ വേണ്ടി. ഫുൾ ആൾക്കാരാണ് മുകളിൽ. അയ്യോ കോഴ്സ് ഫുള്ള് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി. തിരിച്ചു പോകാണ്ട് ഹിമാചലല്ല ധർമ്മശാല, അതായത് അങ്ങനെന്താണെന്നാണ് ധർമ്മശാല അങ്ങനെ എന്താണ് അവിടെ ഒരു ട്രെക്കിങ്ങിന് പോകാൻ. കോഴ്സ് ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഇടയ്ക്ക് വെച്ച് മറന്നുപോയി വീഡിയോ. ഇങ്ങനെ ഒരു യൂട്യൂബ് ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. നല്ല അടിപൊളിയായിരുന്നു ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള 2 ദിവസത്തിൽ ഫുള്ള് സമ്മറൈസ് ചെയ്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അല്ല എവിടെയെങ്കിലും ഒരു ട്രക്കിങ്ങിന് പോവാണ് പോകട്ടെ. മണാലിൻ്റെ അടുത്തുള്ള ധർമ്മശാല എന്താണ് പേര്, പിന്നെ കറക്റ്റ് വായിൽ വരാത്തൊരു പേരാണ്. അപ്പോൾ അവിടെ ഒരു ട്രക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ സജസ്റ്റ് ചെയ്ത്. ഇവിടെ കുറേ നല്ല അടിപൊളി വൈബുള്ള ആൾക്കാർ മീറ്റ് ചെയ്ത് ഫുള്ള് ഇവിടെ വരുന്ന എല്ലാവരും നല്ല അടിപൊളി വൈബാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ ആ ട്രക്കിങ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ബസ് ബുക്ക് ചെയ്ത്. സ്റ്റാൻഡ് കഴിഞ്ഞോ ഇല്ലല്ലോ? ഓക്കെ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട്.
ഓക്കെ, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കോഴ്സ് ശരിക്കും 7 ഡേയ്സിൻ്റെ ആണ്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടാവും. എങ്ങനെയാണ് പാരാഗ്ലൈഡർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് എത്ര ഒക്കെ എക്വിപ്മെൻ്റ് ഉണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. എന്നിട്ട് ഗ്രൗണ്ട് ട്രെയിനിങ് ആയിരിക്കും. ഒരു 5 ഗ്രൗണ്ട് ട്രെയിനിങ് സെക്ഷൻ എങ്കിലും മിനിമം ഉണ്ടാവും, അതൊരു ആവറേജ്. ഗ്രൗണ്ട് ട്രെയിനിങ്ങിൽ ബേസിക്കലി ചെയ്യുന്നത് പാരച്യൂട്ട് കണക്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യാന്നാണ് അതിൽ മെയിനായിട്ടുള്ളത്. ടേക്ക് ഓഫ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. എല്ലാവർക്കും എന്തായാലും പറ്റുകയാണെങ്കിൽ ടേക്ക് ഓഫിലാണ് പറ്റാൻ ചാൻസ് കൂടുതൽ, ലാൻഡിങ്ങിലേക്കാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ടേക്ക് ഓഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ടേക്ക് ഓഫിന് വേണ്ടിയിട്ടാണ്, ടേക്ക് ഓഫിന് ആ ഒരു പാരച്യൂട്ടിലൊരു കറക്റ്റ് വിൻഡ് അടിക്കുമ്പോഴുള്ള ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് ട്രെയിനിങ് വെക്കുന്നത്. എത്രത്തോളം ഗ്രൗണ്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നല്ലതാണ്. പിന്നെ അടിപൊളി സ്ഥലമാണ്. एयरपोर्ट दिखेगा, कांगड़ा एयरपोर्ट भी दिखेगा यहाँ से. हाँ पूरा क्लियर होगा. ഓക്കെ, ആ കോഴ്സിൻ്റെ ഞാൻ ചെയ്ത കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ എത്തിയത്. വെള്ളിയാഴ്ച രാവിലെ എത്തിയിട്ട് വെള്ളിയാഴ്ച രാവിലെ തന്നെ എത്തിയപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അത് ഉച്ച വരെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ബേസിക്സ് കാര്യങ്ങളൊക്കെ, അതായത് പാരച്യൂട്ടിൻ്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞു തരും. അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് പ്രോപ്പർ ഗ്രൗണ്ട് ട്രെയിനിങ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പിറ്റന്നാൾ രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരമായുള്ളതുകൊണ്ട് അതുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ പിറ്റന്നാൾ ഒരു സെഷൻ മാത്രമാണ് കിട്ടിയത്. അന്ന് മഴ പെയ്തിട്ട് 2 സെഷൻ കിട്ടിയില്ല. അല്ലെങ്കിൽ 2 നേരവും ഓരോ സെക്ഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 3rd സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സിമുലേഷന് വേണ്ടിയിട്ട് വിട്ടു. സിമുലേഷൻ അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടായിരുന്നു, തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. തിയറി ക്ലാസ്സും അങ്ങനെ 2 തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഡേയിലും 3rd ഡേയിലും തിയറി സെക്ഷൻസ് ഉണ്ടായിരുന്നു. വൈകുന്നേരമല്ല, രാവിലെ നേരത്തെ. പിന്നെ 3rd ഡേ കഴിഞ്ഞപ്പോൾ, 3rd ഡേ രാവിലെ ഉള്ള സെഷൻ കഴിഞ്ഞപ്പോൾ സിമുലേഷൻ സെഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം സിമുലേഷന് വേണ്ടിയിട്ട് വിട്ടു. എന്നിട്ട് വൈകുന്നേരം സിമുലേഷൻ കഴിഞ്ഞിട്ട് പിറ്റന്നാൾ 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. എൻ്റെ ബാച്ചിലുള്ള എല്ലാവർക്കും 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റന്നാൾ എനിക്ക് 3 ഫ്ലൈറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂന്നാമത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് നല്ല ക്ലൗഡഡ് ആയ കാരണം ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ അങ്ങനെ കഴിഞ്ഞ് 5 ദിവസം കൊണ്ട് ഫുള്ള് പരിപാടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ട്. ഇനി ഇപ്പോൾ ഉള്ള ഇവിടെ എന്ന് പറഞ്ഞുതരാം. അവിടെ നിന്ന് ഇപ്പോൾ കോഴ്സ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ കൂടെയുള്ള കോഴ്സ്, അതായത് എൻ്റെ ബാച്ചിലുള്ള ഒരു ചങ്ങാനെ പറഞ്ഞു തന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ, അതായത് ഇബർബലി എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്, ധർമ്മശാല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇത് ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ പോയി നോക്കാൻ പറഞ്ഞത് അടിപൊളി സ്പോട്ടാണ്. അടിപൊളിയാണ് ശരിക്കും. ഒരു 6 മണിക്കൂറിൻ്റെ, ശരിക്കും 6 മണിക്കൂറൊന്നും വേണ്ട, 4 മണിക്കൂർ 5 മണിക്കൂർ മതി. 10 കിലോമീറ്റർ എന്തോ കയറാനുണ്ട്, 9 കിലോമീറ്റർ കയറാനുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കയറുമ്പോൾ. അങ്ങനെ ഈ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ റൂമെടുത്ത് ഇന്നലെ വന്ന് റൂമെടുത്തിട്ട് നിന്ന് രാത്രി എത്തിയ. അങ്ങനെ ട്രക്കിങ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ മുകളിലെത്തി. നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് സ്കൈ ഫുള്ള് ക്ലിയറായി. ഇതാണ് ആ പീക്ക്. ഇവിടെയാണ് ക്യാമ്പിങ്, അവിടെയാണ് ടെൻറ്റ്. അങ്ങനെ എല്ലാം അടിപൊളിയാണ് ട്രക്കിങ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെയാണ് റിട്ടേൺ ഉള്ളത്. നാളെ രാവിലെ
വേറൊരു സ്ഥലത്തും കൂടി സ്നോ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ, ഇതിൻ്റെ അടുത്താണ് 1 മണിക്കൂർ പോകാനുള്ളതേ ഉള്ളൂ. അവിടെയും കൂടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ, നാളെ വെതർ ഓക്കെ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതും കൂടി കണ്ടിട്ട് റിട്ടേൺ പോകും. നാളെ തന്നെ റിട്ടേൺ പോകണമെന്നാണ്, അതായത് നാളെ തന്നെ ഡൽഹിയിലേക്ക് റിട്ടേൺ പോകണം, അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം. അതാണ് പ്ലാന്. അറിയില്ല, ഞാൻ ഇനിയും വീണ്ടും പ്ലാൻ മാറുമെന്ന് അറിയില്ല. എന്തായാലും ഈ സ്ഥലം അടിപൊളിയാണ്, ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് ഈ ബാഗ്സുനാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ്. അവിടെ നിന്നാണ് ട്രക്കിങ് തുടങ്ങിയത്. അതാണ് ഇതിൻ്റെ പീക്ക്. അത് വേറൊരു പീക്കാണ്. 3 നൈറ്റ് 4 ഡേയ്സ് ട്രക്ക് ചെയ്യുന്നൊരു പീക്കാണത്. 3 ദിവസം എടുത്തിട്ട് അവിടെ പോകാമെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം എടുത്തിട്ട്. ഇവിടാണ് ക്യാമ്പിംഗ് സ്പോട്ട്. അതാണ് എൻ്റെ ക്യാമ്പ്, ചേട്ടൻ്റെ. ഇവിടാണ് ഹോട്ടൽ. ഹോട്ടലൊക്കെ ഉണ്ട്, മാഗിക്ക് 100 രൂപ ഉള്ള ഹോട്ടൽ. ഇവിടെ അടിപൊളിയാണ്. ഇത്ര വരെ ഫുള്ള് ക്ലൗഡോട് മൂടി കിടക്കായിരുന്നു. ഇപ്പോൾ ഫുള്ള് ക്ലിയർ ആയിട്ട് നല്ല വെയിൽ വന്ന്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ ട്രക്ക്, അതായത് ട്രെയിൻ ട്രക്ക് മോർണിംഗ് ആയി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി അങ്ങനെ തിരിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വന്ന റൂട്ട് കൂടിയല്ല വന്ന് വേറൊരു റൂട്ടാണ് ഇത്. ഭയങ്കര സ്റ്റീപ്പായതുകൊണ്ട് അതാണ് ഇങ്ങനെ വരാത്തത്. ഇത് റിട്ടേൺ പോകാൻ വേണ്ടി ഈ റൂട്ട് ചൂസ് ചെയ്ത ഒരു ഗൈഡ്. അങ്ങനെ ഇനി താഴെ പോയിട്ട് റിട്ടേൺ ബസ് ബുക്ക് ചെയ്യണം. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം, എൻ്റെ ഫിയർ ഓഫ് ഹൈറ്റ്സിനെ പറ്റി. ഞാൻ ചെറുപ്പത്തിൽ, അതായത് വളരെ ചെറുപ്പത്തിൽ, ഒരു 2-ലോ 3-ലോ പഠിക്കുന്ന ടൈമിൽ, അപ്പോൾ അവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും വൈകുന്നേരം മരത്തിൽ കളിക്കാൻ പോകും. മരത്തിൽ കയറിയിട്ട് മരത്തിൻ്റെ ചുറ്റും അങ്ങനെ കളിച്ച് നടക്കുക. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ കയറുന്ന ഒരു മരമുണ്ട്. സ്ഥിരമായിട്ട് കയറുന്നൊരു മരമുണ്ട്. അപ്പോൾ ആ മരത്തിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മരമുണ്ട്, ആൽമരമുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഞങ്ങൾ കയറുന്ന ചെറിയ മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ കൂടി കയറിയിട്ട് അപ്പുറത്തെ ആൽമരത്തിൽ പോയിട്ട് കയറാം. ഞാനാണെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെ എൻഡിൽ പോയിട്ട് നിൽക്കുക. കുറച്ച് ഗ്യാപ്പുണ്ട്. ആ മറ്റേ മരം നല്ല ഹൈറ്റാണ്. അപ്പോൾ അത്ര ഹൈറ്റിൽ അത് ഒരിക്കലും കയറിയിട്ടില്ല. ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല ഈ മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക്. അത് അന്ന് ആ ചെറുപ്പം തൊട്ട് അന്ന് ഫിയർ ഓഫ് ഹൈറ്റ്സ് ഉണ്ട്. എല്ലാവർക്കും ഹൈറ്റ് പേടിയുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇത്ര വരെ ഉണ്ടായിരുന്നു. അതായത് ഈ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെ ഹൈറ്റ് പേടിയുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ഹൈറ്റുള്ള പാറപ്പുറത്തൊക്കെ കയറി നിൽക്കില്ലേ ഫോട്ടോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ സൈഡിൽ വീട്ടിൽ നിൽക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പാരാഗ്ലൈഡിങ് ചെയ്തതോടുകൂടി ഹൈറ്റിനോടുള്ള എല്ലാ പേടിയും മാറിക്കിട്ടി. അപ്പോൾ ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ പേടി മാറിക്കിട്ടണമെങ്കിൽ അത് ചെയ്യണം. എന്നാലാണ് ആ പേടി മാറുക. അല്ലാതെ പേടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പേടി മാറില്ല. ഞാനെവിടെയോ വായിച്ചിട്ടുണ്ട്, ഡിസ്കംഫർട്ട് ഈസ് ദി വേ ടു സക്സസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഡിസ്കംഫർട്ട് ചെയ്യുന്നത്? അതായത് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, ബട്ട് അത് ഭയങ്കര മടിയാണ് അത് ചെയ്യാൻ, അല്ലെങ്കിൽ പേടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഇപ്പോൾ ഉള്ളത് എവിടെയാണോ അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് തനിയേ ഉണ്ടാവില്ല. നമ്മൾ അതായത് വളരുന്നതോളം ഏജ്ഡാവുന്നത് നമ്മുടെ ശരീരം മാത്രം ആവരുത്, നമ്മളെ ലൈഫ് എക്സ്പീരിയൻസും കൂടി പുതിയ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സോളിനും കൂടി ഏജ് ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ.